ഇതുപോലൊരു പോസ്റ്റർ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പിൽ ഒരു പേജ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ഇമേജാണോ നമുക്കതിലേക്ക് കൊണ്ടുവരേണ്ടത് ആ ഇമേജ് കൂടി നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമ്മളതിൻ്റെ വലുപ്പം കാര്യങ്ങളൊക്കെ സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് റൊട്ടേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം അതൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കാം. then നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി നമുക്ക് ആവശ്യമാണ്. സോ നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി ചൂസ് ചെയ്യാം. അതിനുശേഷം എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. ഓക്കെ, ആ ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കതിന് ആവശ്യമായിട്ടുള്ള സൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം റൊട്ടേഷൻ ചെയ്യാനാണെങ്കിൽ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ നേരെ നമ്മുടെ ഇമേജ് ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഇമേജ് ലെയർ ശ്രദ്ധിക്കുക, ഇമേജ് ലെയറിൻ്റെ തൊട്ട് താഴെയായി പ്ലേസ് ചെയ്യുക. ദെൻ അതിനുശേഷം സെയിം ടെക്സ്റ്റിനെ ഒരു കോപ്പി എടുക്കുക, Ctrl+J പ്രസ് ചെയ്തൊരു കോപ്പി എടുക്കുക. ആ ടെക്സ്റ്റിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് കൺവേർട്ട് ടു ഷേപ്പ്, അത് ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റിനെ തൊട്ട് മുകളിലായിട്ട്, അതായത് നമ്മുടെ ഇമേജ് ലെയറിന് തൊട്ട് മുകളിലായിട്ട് വെക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ടൂൾ അതുപോലെ ഈ ടൂളിൻ്റെ ഈ ഓപ്ഷനിലേക്ക് പോകാം, ജസ്റ്റ് U പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, നമ്മുടെ ഫില്ല് സ്ട്രോക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. ദെൻ അവിടെ നമുക്ക് ഫിൽ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് സ്ട്രോക്ക് എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കുക. ദെൻ ചെക്ക് ചെയ്യുക, നമ്മുടെ ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രോക്ക് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഇപ്പോൾ 1 പിക്സലാണുള്ളത്, നമുക്ക് 2 ആക്കാം. ദെൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിന് മാറ്റം വരും. ഇനി നമുക്കത് 3 ആക്കാം, 4 ആക്കാം, ഇത്രയും ചെയ്യാം. ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇൻ കേസ് നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ വീണ്ടും എന്തെങ്കിലും ഒരു കറക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ ഈ നമ്മുടെ ഈ ലൈനിൻ്റെ സ്ട്രോക്കിന് കൊടുത്ത സൈസ് കുറവാണ് കൂടുതലാണ്, അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കിവിടെ മിസ്റ്റേക്ക് വേറെ പല രീതിയിലും നമുക്ക് ഈ സെയിം ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് ഈ ഫയൽ ഓൺ ചെയ്തിട്ട് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടി നമുക്കിവിടെ കിട്ടും. സെയിം ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് 3 എന്ന് കൊടുത്തിട്ട് നമുക്കിത് കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെയുള്ള ഡിസൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട്